കയറി വാ അബി. മടിച്ചു മടിച്ചുള്ള അബിയുടെ വരവ് കാണി നീരജൻ അവന്റെ കയ്യിൽ പിടിച്ചുള്ള സ്നേഹത്തോടെ വിളിച്ചു. ഇല്ല ഇല്ലളിയ, ഇപ്പൊ അങ്ങോട്ട് കയറുന്നില്ല. നിവിക്ക് ഇങ്ങ് പോകണമെന്ന് പറഞ്ഞിറങ്ങിയപ്പോ ഒറ്റയ്ക്ക് വിടാതെ ഞാൻ കൂടെ വന്നതാണ്. നിരഞ്ജന്റെ മുഖത്തേക്ക് പതറി നോക്കിക്കൊണ്ടാണ് അബി പറഞ്ഞത്. എടാ നീ കയറി വാ. അവള് നിന്നോട് പിണങ്ങിയോ? സാധാരണ പിണങ്ങുമ്പോഴോ എന്തെങ്കിലും സങ്കടം ഉള്ളപ്പോഴോ ഒക്കെയാണ് എന്റെ മുറിയിൽ കയറി വന്ന് കിടക്കുന്നത്. അതും നിമിഷം നേരം കൊണ്ട് തീർന്ന പിണക്കമാണ്. നീ വാ, അവളോട് എന്താണെന്ന് ചോദിക്കട്ടെ ഞാൻ. അബിയുടെ കയ്യിലെ പിടിവിടാതെ പറഞ്ഞുകൊണ്ട് വീഞ്ഞുള്ളിലേക്ക് കയറി നിരഞ്ജൻ. അമ്മ അബിക്കും കുഞ്ഞിക്കും കൂടെ ചായ എടുക്കണേ. ഹാളിലേക്ക് കയറിയതും നിരഞ്ജൻ പറഞ്ഞു. എനിക്ക് ചായ വേണ്ടമേ, ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. ഇന്നൊരു സൈറ്റിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുവാണ്. വൈകിട്ടൊന്ന് നിവയെ കൂട്ടിക്കൊള്ളാം. എന്നോട് കുഞ്ഞൊരു ദേഷ്യമുണ്ട് അവൾക്ക്. അതിന്റെയാണ് ഈ വരവ്. അവൾ എന്തേലും പറഞ്ഞാൽ അളിയത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. മുഖത്തെ കളിമ മാറാതെ തന്നെ പറഞ്ഞിട്ട് നിവി കയറിയിരിക്കുന്ന മുറിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് അബി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രഞ്ജു. അബി പോന്ന് നോക്കി വല്ലായ്മയുടെ നിന്ന നിരഞ്ജന്റെ തോൾ പിടിച്ചിട്ട് വിളിച്ചു. ശാരദാമ്മ. എന്താമേ? നിരഞ്ജൻ മുഖം തിരിച്ച് അവരെ നോക്കി. മോളോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. ആ പയ്യനാകെ വിഷമിച്ചാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഒന്നും പറഞ്ഞ് രണ്ടാമത്തേതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത്ര നല്ല ശീലമല്ല. കുഞ്ഞിനോട് എന്താ ഏതാന്ന് ചോദിക്കുക. ചെല്, അപ്പോഴേക്ക് ഞാൻ രണ്ടാൾക്കും ചായ എടുക്കാം. അവൾ അങ്ങനെ വാശി കാണിച്ച് ഓടി വന്നൊന്നും ആവില്ല. വാശി കാണിക്കേണ്ട അടുത്തേ അവൾ കാണിക്കും. എന്ത് പിണക്കമായാലും സങ്കടമായാലും എന്റെ നെഞ്ചോരം ചേർന്നാൽ തീരാനുള്ളതേയുള്ളൂ. അബിയുടെ വിഷമമൊക്കെ നമുക്ക് മാറ്റാം. അമ്മ പോയി ചായ എടുക്ക്, ഞാൻ അവളെയും കൂട്ടി വരാം. അവർ പറഞ്ഞു കേട്ട് നേർത്തൊരു വിഷമമോ വേദനയോ ഒക്കെ ഉള്ളിൽ തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ചിരിയോടെ നിരഞ്ജൻ പറഞ്ഞു. അവർ അതിന് മറുപടിയൊന്നും പറയാതെ നീട്ടിയൊന്നും മൂളിക്കണ്ട അടുക്കളയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽക്കൽ ഒരു നിമിഷം നിന്ന് നിരഞ്ജൻ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വിചാരിച്ചതുപോലെ തന്നെ വീട്ടിൽ കമിഴ്ന്ന് കിടപ്പുണ്ട് ആള്. ആ കിടപ്പ് കണ്ട് സ്നേഹമാണോ വാത്സല്യമാണോ മുന്നിട്ട് നിന്ന് നിരഞ്ജന് മനസ്സിലായില്ല. നെഞ്ചിൽ നിറഞ്ഞു തുളുമ്പിയ ആ വാത്സല്യം മടക്കി പിടിച്ചുകൊണ്ട് നിരഞ്ജൻ ഒരു കാൽ മടക്കി വെച്ച് ബെഡിലേക്കിരുന്നു. കുഞ്ഞി. താൻ വീട്ടിൽ അവൾക്ക് അടുത്തിരുന്ന് അറിഞ്ഞിട്ടും അനങ്ങാതെ കിടക്കുന്നവളെ അല്പം ഗൗരവത്തിൽ തന്നെ വിളിച്ചു നിരഞ്ജൻ. നിരഞ്ജൻ വിളിച്ചിട്ട് നിവി അനങ്ങിയതേയില്ല. കുഞ്ഞി. ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാതെ എഴുന്നേറ്റിരുന്നേ. നിരഞ്ജൻ ഒച്ച ഉയർത്തിയുടെ നിവി മെല്ലെ എഴുന്നേറ്റിരുന്നു. എന്താ മോളെ, എന്തേട്ടന്റെ കുട്ടിക്ക്? അവളുടെ വാടി മുഖം വീർത്ത് കൺപോളകളും കാണെ നിരഞ്ജന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. എനിക്കൊന്നുമില്ല ഏട്ടാ. മുഖം കുനിച്ചിരുന്ന് നിവി പറഞ്ഞു. എന്തിനാ എന്റെ കുഞ്ഞി അബിയോട് പിണങ്ങി ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ നോക്കിയത്? അത് ശരിയാണോ നീ എങ്ങനെ ചെയ്തത്? അവിടെ ഉള്ളവർക്ക് വിഷമമായില്ലേ കുഞ്ഞി? ഏട്ടന്റെ കുഞ്ഞ് നല്ല കുട്ടിയല്ലേ? ഇങ്ങനെ പക്വതയില്ലാത്ത പെരുമാറ്റം എങ്ങനെ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി മോളെ? ഇങ്ങനെയാണോ ഏട്ടൻ നിന്നെ വളർത്തിയത്? നിന്റെ ഭാഗത്തുനിന്നും എന്തേലും ഒരു തെറ്റു വന്നാൽ അത് ഏട്ടന്റെ വളർത്തു ദോഷമെന്നല്ലേ കുഞ്ഞി എല്ലാരും പറയുക? അവളെ താടിൽ പിടിച്ച് ആമുഖം ഉയർത്തിയിട്ടാണ് നിരഞ്ജൻ ചോദിച്ചത്. ഞാൻ ആരോടും പിണങ്ങിയിട്ട് വന്നതല്ലല്ലോ ഏട്ടാ. എനിക്ക് എന്റെ ഏട്ടനോട് ഒരു കാര്യം പറയണം. അതിനു വേണ്ടി വന്നതാണ് ഞാൻ. ആ കാര്യം ഏട്ടനോട് പറയുമ്പോൾ ജിത്തുവേട്ടൻ കൂടെ നിൽക്കൂ എന്ന് കരുതി. പക്ഷേ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ എന്റെ ഒപ്പം നിൽക്കില്ലെന്നും പറഞ്ഞ് അതെനിക്ക് സങ്കടമായി. നിരഞ്ജന്റെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലായതും പരിഭ്രമത്തോടെ നിവി പറഞ്ഞു. എന്നോട് എന്ത് കാര്യം പറയാൻ? അതും നേരം വെളുക്കും മുൻപ്. അതിന് മാത്രം വലിയ കാര്യം എന്താണ് കുഞ്ഞി? ഇന്ന് ഇവിടുന്ന് അബി വിഷമിച്ചാണ് ഇറങ്ങിപ്പോയത്. അതറിയാൻ നിനക്ക്? ചോദിച്ചിട്ട് അവളുടെ നേർക്ക് ദേഷ്യത്തിൽ നോക്കി നിരഞ്ജൻ. ഞാൻ ഇവിടെ വന്നത് ഏട്ടന് ഇഷ്ടായില്ലേ? നിരഞ്ജന്റെ മുഖത്തെ ദേഷ്യം കാണി വിങ്ങുന്ന ഹൃദയത്തെ അടക്കി പിടിച്ച് നിവി തിരക്കി. അങ്ങനെയാണോ കുഞ്ഞി നീ നിന്റെ ഏട്ടനെ മനസ്സിലാക്കിയത്? ഒരു ദീർഘ നിശ്വാസത്തോടെ കണ്ണുനടച്ചു തുറന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. ഏട്ടന്റെ ദേഷ്യം കണ്ടപ്പോൾ ചോദിച്ചു പോയതാണ് ഞാൻ. സോറി ഏട്ടാ, ദേഷ്യപ്പെടല്ലേ. നിരഞ്ജന്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് പറയുമ്പോൾ അവന്റെ വിഷമവും ദേഷ്യവും ഒന്നും അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താ കുഞ്ഞി ഏട്ടനോട് പറയാനുള്ളത്? നെഞ്ചോരം ചാഞ്ഞിരിക്കുന്നവളെ നെറുകിയ ചുണ്ട് ചേർത്തുകൊണ്ട് അല്പം ശാന്തനായി ചോദിച്ചു നിരഞ്ജൻ. ഞാൻ പറയുന്ന കാര്യം ഏട്ടന് ഇഷ്ടമായില്ലെങ്കിലും എനിക്ക് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ഏട്ടൻ സാധിച്ചു തരുമെന്ന് എനിക്ക് സത്യം ചെയ്തതാ. നിരഞ്ജന്റെ കൈ പിടിച്ച് തന്റെ തലയിൽ വെച്ചുകൊണ്ട് നനവൂറി വരുന്ന മിഴികളോടെ നിവി പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ ഇതെന്റെ സ്വാർത്ഥതയാണെന്ന് ഏട്ടന് തോന്നും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ എന്റെ ഏട്ടൻ സന്തോഷത്തോടെ ചേച്ചിക്കും വേദുവിനുമൊപ്പം ജീവിക്കുമ്പോൾ മനസ്സിലാകും ഏട്ടന്റെ കുഞ്ഞി സ്വാർത്ഥയല്ലെന്ന്. കുഞ്ഞിക്ക് ഏട്ടന് ജീവനാണെന്ന്. നെഞ്ചി വിങ്ങുന്ന നോവോടെ അവൾ മനസ്സിലോർത്തു. എന്തൊക്കെയാണ് കുഞ്ഞി നീ കാണിക്കുന്നത്? നിനക്കിത് എന്തു പറ്റുമോളെ? എന്താ ഏട്ടന്റെ കുഞ്ഞിക്ക് വേണ്ടത്? അതെന്തായാലും ഏട്ടനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഏട്ടൻ സാധിച്ചു തരും. നിവിയുടെ നിറയുന്ന കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും കാണേ അവളുടെ വർത്തമാനം കേൾക്കെ അവൻ വേവലാതിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് എന്റെ ഏട്ടൻ ഒരു കല്യാണം കഴിച്ച് കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. അതും ആര്യ ചേച്ചി തന്നെ കല്യാണം കഴിക്കണം. ഏട്ടൻ സമ്മതിക്കില്ലേ? നിരഞ്ജന്റെ ഇരു കവിളിലും കൈ ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരുന്നാണ് നിവി പറഞ്ഞത്.
അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും പകച്ചിരുന്നു പോയി അവൻ. കുഞ്ഞേ, നിരഞ്ജൻ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവളുടെ കൈ തട്ടി മാറ്റി. ഏട്ടാ, ഞാൻ വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. അവൾക്കടുത്തുനിന്ന് നീങ്ങിയിരുന്ന കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. വേണ്ടെന്ന് പറയില്ല ഏട്ടാ. ചേച്ചിയും പേതുമോളും കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഏട്ട സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുൻപ് ഒന്നുമില്ലാത്ത വിധം നിരഞ്ജന്റെ മുഖത്തെ ദേഷ്യവും ശബ്ദത്തിലെ കടുപ്പവും അറിയേ നിവിക്ക് ദേഹമൊക്കെ തളർന്നു തുടങ്ങിയിരുന്നെങ്കിലും വീണ്ടും അവനോട് അവൾ പറഞ്ഞു. എനിക്കൊരു കല്യാണം വേണമെന്നോ കൂട്ടു വേണമെന്നോ നിന്നോട് ഞാൻ പറഞ്ഞോ കുഞ്ഞി. അതിന്റെ സന്തോഷമൊക്കെ ഒരുപാട് അറിഞ്ഞതാണല്ലോ ഞാൻ. എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ സ്വസ്ഥമായി കഴിയുന്നതാണ് നിനക്ക് കാണേണ്ടതെങ്കിൽ ഇനി മേലിൽ നീ കല്യാണക്കാര്യം എന്നോട് പറയരുത്. ദേഷ്യത്തോടെയാണ് നിരഞ്ജൻ പറഞ്ഞത്. ഏട്ടാ, എല്ലാരും കുടുംബവും കുട്ടികളും ഒക്കെ ജീവിക്കുമ്പോൾ ഇവിടെ എന്റെ ഏട്ടൻ തനിച്ചാണ്. അവിടെ ആര്യ ചേച്ചിയും. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചാൽ നന്നായിരിക്കും ഏട്ടാ. വേദുമോളെ ഏട്ടൻ ഇഷ്ടമല്ലേ? അവൾക്കും ഏട്ടനോട് ഇഷ്ടമാണ്. നിർത്ത് കുഞ്ഞി, എനിക്ക് നീ കല്യാണം ആലോചിച്ച് കൂടുതൽ ബുദ്ധിമുട്ടണ്ട. ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. അതുപോലെ ഇതൊന്നും അവിടെ പോയി ആരോടും പറയാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് ആര്യോട്. എനിക്ക് നാളെയും അവളുടെ മുഖത്ത് നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ നീ? അവളെ ചുമലിൽ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് ഒച്ച ഉയർത്തി നിരഞ്ജൻ. ആ ഒച്ചയിൽ നിവി ഭയന്നു പോയിരുന്നു. ദേഷ്യപ്പെടലേട്ടാ. അവൾ അതേ പേടിയുടെ പറഞ്ഞിട്ട് അവൻ അരികിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റെങ്കിലും അവൾ വീച്ചുപോയി. അവളുടെ അവസ്ഥ കണ്ട നിരഞ്ജൻ ഒരു നിമിഷം ഒന്ന് പതറിപ്പോയെങ്കിലും അവളെ ചേർത്ത് പിടിക്കാനായി മുന്നിലേക്കാഞ്ഞു. ഏട്ടാ. വിയർത്ത് കുളിച്ച് കണ്ണൊക്കെ മിഴിഞ്ഞ് കുഴഞ്ഞു വീഴും മുൻപ് നിവി നിരഞ്ജന് നേരെ കൈ നീട്ടിക്കൊണ്ട് വിളിച്ചു. മോളെ, കുഞ്ഞേ. നിരഞ്ജൻ അവളെ വാരി എടുത്തുകൊണ്ട് വിളിച്ചു. എന്താ എന്താ രഞ്ജു? നിരഞ്ജന്റെ വിളി കേട്ട് അടുക്കളയിലായിരുന്ന ശാരദമ്മ അങ്ങോട്ട് ഓടി വന്ന് തിരക്കി. അമ്മേ, എൻ്റെ കുഞ്ഞി കുഴഞ്ഞു വീണു. അമ്മ പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാടിക്കുഴഞ്ഞു കിടക്കുന്ന നിവിയെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തിക്കൊണ്ട് പറയുമ്പോൾ നിരഞ്ജന ദേഹത്തിന് ഒപ്പം നെഞ്ചും വിറച്ചു. അയ്യോ, മോൾക്ക് എന്താ മോനെ പറ്റിയത്? അല്പം മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അവളെ കിടപ്പ് കണ്ട് അടുത്തേക്ക് വന്ന അവർ വെപ്രാളത്തോടെ തിരക്കി. ഞാൻ അവളെ വഴക്കു പറഞ്ഞു ശാരദാമ്മ. നിരഞ്ജൻ വേദനയോടെ പറഞ്ഞു. എന്തിന്? അത് വിശ്വാസമാവാതെ അവർ തിരക്കി. അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ അമ്മ വാ, നമുക്ക് കുഞ്ഞിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എനിക്ക് ഈ ലോകത്ത് സ്വന്തമായി എൻ്റെ കുഞ്ഞിയല്ലേ ഉള്ളൂ. എന്നിട്ടും ഞാൻ അവളെ വേദനിപ്പിച്ചു. നമുക്ക് വേഗം പോകാം, വേഗം. കയ്യിൽ കിട്ടി ഏതൊരു ഷർട്ട് വലിച്ചിട്ടുകൊണ്ട് സുബോധം നഷ്ടമായവനെ പോലെ നിരഞ്ജൻ പറഞ്ഞു. മോനെ, നീങ്ങനെ പേടിക്കാതെ ഒരു നിമിഷം ഒന്ന് നിൽക്ക്, ഞാനിപ്പോൾ വരാം. പതറിപ്പടഞ്ഞു നിൽക്കുന്നവരോട് പറയുന്നതിനൊപ്പം അവർ ധൃതിയിൽ അടുക്കളയിലേക്ക് ചെന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായിട്ട് ഓടി വന്നു. നിവിക്കരികിലെത്തി. കൈക്കുമ്പിളിൽ വെള്ളം നിറച്ചവർ അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. വെള്ളം മുഖത്ത് വീണ്ടും നിവി മെല്ലെ കണ്ണെന്ന് ചിമ്മി. അത് കണ്ടതും രണ്ടാളും ആശ്വാസത്തോടെ അവളെ വിളിച്ചു. കുഞ്ഞി, മോളെ. നിവി മോളെ. അവൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് മെല്ലെ ഒന്ന് മൂളി. കുഞ്ഞി. നിരഞ്ജൻ അവൾക്കടുത്തേക്കിരുന്ന് ആ മുഖത്തുനിന്ന് തലോടിക്കൊണ്ട് വിളിച്ചു. എനിക്ക് ഒന്നും ഇല്ല ഏട്ടാ. ചെറുതായിട്ടൊന്ന് തല കറങ്ങിയതാണ്. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. നിവി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് നിരഞ്ജനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് വരാം. അവൾ തലയിൽ മെല്ലെന്ന് തലോടി പറഞ്ഞിട്ട് ശാരദമ്മ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏട്ടന് ഷോപ്പിൽ പോകാൻ നേരായില്ലേ, ഞാൻ വീട്ടിലേക്ക് പോവാണ് ഏട്ടാ. വാടിയ മുഖത്തോടൊരു പുഞ്ചിരി ഒട്ടിച്ച് നിവി പറഞ്ഞു. വീട്ടിലേക്ക് പോവേ? വേണ്ട, ഇപ്പൊ പോവണ്ട. അബി വൈകിട്ട് ഇങ്ങോട്ട് വന്ന് നിന്നെ കൂട്ടും. ഏട്ടൻ നേരത്തെ വരാം, അതുവരെ ഇവിടെ നിന്നാ മതി. അവളുടെ മുഖത്തും വെള്ളം കൈവെള്ളം കൊണ്ട് തുടച്ചു മാറ്റുമ്പോൾ നിരഞ്ജൻ പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണം ഏട്ടാ. ജിത്തുവേട്ടൻ പോകും മുൻപ് വേണം. ഏട്ടനോട് പിണങ്ങിയിട്ടാണോ കുഞ്ഞേ? അവൾ പോണമെന്ന് വീണ്ടും വീണ്ടും പറയുന്ന കേടത്ത് നിരഞ്ജൻ ചോദിച്ചു. ഏയ് ഇല്ലല്ലോ, ഞാനെന്തിനാ പിണങ്ങുന്നേ? എനിക്കൊരു പിണക്കുമില്ല. നിരഞ്ജന്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് കുഞ്ഞൊരു ചിരിയോടാണ് നിവി പറഞ്ഞതെങ്കിലും ആ ചിരിക്ക് ഒട്ടുമേ തെളിച്ചമില്ലെന്ന് ആ ഏട്ടൻ അല്ലാതെ ആർക്കും മനസ്സിലാകും. കുഞ്ഞിപ്പൊ ചായ കുടിക്കുക, ഏട്ടൻ പോകും വഴിക്ക് അങ്ങോട്ടാക്കി തരാം. ഹാളിലേക്ക് നടക്കുമ്പോൾ നിവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ വീണ്ടും പറഞ്ഞു. ചായ കുടിച്ചിട്ട് ഞാൻ അങ്ങ് പോയിക്കോളാം ഏട്ടാ. ഏട്ടൻ ഷോപ്പിലേക്ക് പോകാൻ നോക്ക്. പറഞ്ഞിട്ട് നിരഞ്ജനിൽ നിന്ന് മകന്നു മാറി ഡൈനിങ് ടേബിൾ അരികിലേക്ക് നടന്നു നിവി. അവൾ ആ പോക്ക് നോക്കി വേദനയോടെ നിന്ന് നിരഞ്ജൻ. ഒറ്റയ്ക്ക് പോകാമെന്ന് നിവി വാശി പിടിച്ചെങ്കിലും സമ്മതിക്കാതെ നിരഞ്ജൻ തന്നെയാണ് അവളെ അബിയുടെ വീട്ടിൽ കൊണ്ടുവിട്ടത്. തിരികെ വന്ന നിരഞ്ജൻ ആകെ വിഷമത്തിൽ സോപാനം പടിയിലേക്കിരുന്നു. അവന്റെ ഇരിപ്പ് കണ്ട് ശാരദാമ്മയും അങ്ങോട്ട് വന്ന് അവിടെ ഇരുന്നു. നിവിമോളെ ഒരു സന്തോഷമില്ലാതെയാണല്ലോ മോനെ പോയത്. അതും ഒറ്റയ്ക്ക് പോകണമെന്ന് വാശി പിടിച്ചിട്ട്. ഞാൻ വന്നിട്ട് ഇപ്പം 4-5 മാസമായി. അന്ന് മുതൽ കാണുന്നതല്ലേ അവളെ. ഇന്ന് കണ്ടതുപോലെ വിഷമിച്ചോ വാശി പിടിച്ചോ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ലല്ലോ. എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയേ? അമ്മയോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഒന്ന് കുറയ്ക്കൂ കുഞ്ഞെ.
നിരഞ്ജൻ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കിയ ശാരദാമ്മ പറഞ്ഞു, ഞാൻ ഞാൻ ആദ്യമായി എൻ്റെ കുഞ്ഞ് വഴക്ക് പറഞ്ഞു പോയി അമ്മ. അവൾക്ക് വേദനിച്ചു, അതിലേറെ എനിക്കും. സോപാനപ്പടിയിൽ കാൽ നീട്ടി ചുമരിൽ ചാരി നിറഞ്ഞ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നുകൊണ്ട് പറഞ്ഞു നിരഞ്ജൻ. വഴക്ക് പറയണ്ടായിരുന്നു മോനെ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ട് വിട്ടാൽ മതിയായിരുന്നു. ഇന്നിപ്പോ പറഞ്ഞു പോയില്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു. അതോർത്ത് വിഷമിച്ചിട്ട് എന്തിനാ? നിന്റെ കുഞ്ഞിക്ക് നിന്നോട് പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. വൈകിട്ടാകുമ്പോൾ ഏട്ടാന്ന് വിളിച്ച ആളിവിടെ ഉണ്ടാവും. നിരഞ്ജന്റെ കണ്ണൊക്കെ നിറഞ്ഞതും മുഖം സങ്കടം കൊണ്ട് ചുവന്നതും ഒക്കെ കാണേ അവനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ശാരദാമ്മ പറഞ്ഞു, അവൾ അവിടുന്ന് വഴക്കിട്ട് വന്നൊന്നും അല്ല അമ്മേ. അവർ അങ്ങനെയാണ് കരുതിയതെന്ന് മനസ്സിലാക്കി നിരഞ്ജൻ പറഞ്ഞു, പിന്നെ എന്തിനാ രാവിലെ തന്നെ ഇങ്ങോട്ട് ഓടി വന്നത്? പിന്നാലെ വന്ന അഭിമോനും മുഖത്തൊരു തെളിച്ചമുണ്ടായിരുന്നില്ലല്ലോ. അവർ സംശയത്തോടെ ചോദിച്ചു നിരഞ്ജനെ നോക്കി. എന്റെ കുഞ്ഞി, അവൾ എനിക്ക് കൂട്ടിന് ആളെ കൊണ്ടുവന്നതാണ് ശാരദാമ്മേ. കൂട്ടിനാളോ? നിരഞ്ജൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. കല്യാണാലോചന. കുഞ്ഞി എനിക്കൊരു കല്യാണാലോചനയുമായിട്ട് വന്നതാണ്. ആര്യയെ ഞാൻ വിവാഹം കഴിക്കണം. അതാണ് എൻ്റെ കുഞ്ഞിയുടെ ആവശ്യം. കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ കുട്ടിയെ എന്തൊക്കെയോ പറഞ്ഞു. അവൾക്കത് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് മുഖം തരാതെ പോയി കളഞ്ഞത്. മുഖം ഒന്ന് അമർത്തി തുടച്ചു നിരഞ്ജൻ പറഞ്ഞു, ദേ ചെറുക്ക, രാവിലെ തന്നെ നല്ലൊരു കാര്യം പറഞ്ഞു വന്ന കൊച്ചിനെയാണോ നീ കരയിപ്പിച്ചു വിട്ടത്? ചോദിച്ചുകൊണ്ട് നിരഞ്ജന്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കിയവർ. എനിക്കിനി ഒരു കുടുംബജീവിതം ഒന്നും വേണ്ടമ്മേ. ഒരിക്കൽ അനുഭവിച്ചതൊന്നും ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ എനിക്ക് വയ്യ. ഇനിയുള്ള ജീവിതം എൻ്റെ കുഞ്ഞിക്ക് വേണ്ടിയാണ്. അവൾ അബിക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. അത് കണ്ടാൽ മതി എനിക്ക്. ദേ രഞ്ജു, നീ പറയുന്നൊന്നും ശരിയല്ല. നിന്റെ ജീവിതം അങ്ങ് തീർന്നു പോയിട്ടൊന്നുമില്ല. നിവിമോള് പറഞ്ഞത് ശരിയാണ്. എന്നാൽ അല്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിനക്ക് മനസ്സിലാകും. നീ ഒറ്റയ്ക്കായി പോയി, നിന്റെ ജീവിതം എങ്ങും എത്താതെ പോയി എന്നൊക്കെ കഴിഞ്ഞൊരു ദിവസം കൂടി പറഞ്ഞ് സങ്കടപ്പെട്ടതേ ഉള്ളൂ അവൾ. പക്ഷെ അപ്പോഴൊന്നും മനസ്സിൽ ഇങ്ങനെ ഒരാളെ കണ്ടുവച്ചിട്ടാണ് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതുപോലെ എല്ലാ പെൺകുട്ടികളും ഓരോപോലെയല്ല. മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ അറിയുന്നവരുണ്ട്. ആര്യം നല്ല കുട്ടിയാണ് മോനെ. അവളും ആ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതല്ലേ. അടുത്ത് തന്നെ ബന്ധുവും പിരിയും. മോൻ നല്ലോണം ആലോചിക്കേ, എന്നിട്ട് നല്ലൊരു തീരുമാനമെടുക്ക്. നിരഞ്ജന തലയിലൊന്ന് തലോടി പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അല്പം മുൻപ് കണ്ട തന്റെ കുഞ്ഞിയുടെ വാടിയ മുഖം ഓർക്കെ നെഞ്ചി പിടയുന്നുണ്ടായിരുന്നു നിരഞ്ജന്. അഞ്ജു, എടി പെണ്ണേ, നിവിയെ കഴിക്കാൻ വിളിച്ചേ. TV കണ്ടുകൊണ്ടിരുന്ന അഞ്ജുവിനോടായി രാധിക പറഞ്ഞു. നേരത്തെ ഞാൻ പോയി നോക്കിയപ്പോൾ പെണ്ണ് പുതച്ചു മുടി കിടന്ന് ഉറങ്ങുന്നു. അതാണ് ഞാൻ വിളിക്കാഞ്ഞത്. ഇപ്പോൾ ഉണർന്നോ ആവോ? സ്വയം പറഞ്ഞിട്ട് റിമോട്ട് സെറ്റിലേക്ക് ഇട്ടിട്ട് എഴുന്നേറ്റ് നിവിയുടെ അടുത്തേക്ക് ചെന്നു അഞ്ജു. ഈ പെണ്ണിതുവരെ ഉണർന്നില്ലേ? നിവി, എടി എഴുന്നേറ്റേ, വിശക്കുന്നില്ലേ നിനക്ക്? ചാരിയിരുന്ന വാതിൽ തുറന്ന അകത്ത് കയറിയ അഞ്ജു നിവിയുടെ കമഴ്ന്നുള്ള കിടപ്പ് കാണി അവൾക്കടുത്തേക്ക് ഇരുന്നുകൊണ്ട് തട്ടി വിളിച്ചു. അഞ്ജുവിന്റെ വിളി കേൾക്കെ നിവി മെല്ലെ മൂളി. എഴുന്നേൽക്കാൻ നോക്ക് നിവി, അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട് നിന്നെ. രാവിലെയും ഒന്നും കഴിച്ചില്ലല്ലോ നീ. അഞ്ജു അവളെ വലിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ല അഞ്ജു, നല്ലോണം ഉറക്കം വരുന്നു. ഞാൻ കുറച്ചുകൂടെ കിടന്നോട്ടെ. കണ്ണുകൾ തുറക്കാതെ തന്നെ നിവി പറഞ്ഞു. അതൊന്നും പറ്റില്ല അമ്മ. അതെ, അവിടെ വടിയെടുത്ത് വെച്ച് തുള്ളിക്കൊണ്ട് നിൽപ്പുണ്ട്. അറിയാലോ, രാധുവിന് ദേഷ്യം വന്നാൽ കണ്ണ് കാണില്ല. അന്നേരം മോളാണോ മരുമോളാണോ എന്നൊന്നും നോട്ടം ഉണ്ടാവില്ല. അവളെ പിടിച്ചുയർത്തി ഇരുത്തിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. തീരെ വിശപ്പില്ലാഞ്ഞിട്ടാണടി. ക്ഷീണം നിറഞ്ഞ ശബ്ദത്തിൽ നിവി പറഞ്ഞു. അതെന്താ തീരെ വിശപ്പില്ലാതെയാവാൻ? രാവിലെ നീ അവിടുന്ന് കഴിച്ചെന്ന് കള്ളം പറഞ്ഞതല്ലേ നിവി? ഞാൻ ചേച്ചിയെ വിളിച്ചിരുന്നു. നിവിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് രാധിക തിരക്കി. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ആന്റി. പറയുമ്പോൾ നിവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു തോയി. അഞ്ജു, നീ പോയി കഴിച്ചോ, ഞാൻ നിവിയെ കൂട്ടി വന്നേക്കാം. അവളുടെ പെട്ടെന്നുള്ള കരച്ചിലും സങ്കടവും ഒക്കെ കാണി രാധിക അഞ്ജുവിനെ കഴിക്കാൻ പറഞ്ഞു വിട്ടിട്ട് നിവിയുടെ അടുത്തേക്കിരുന്നു. എന്ത് പറ്റി മോൾക്ക്? എന്തിനിപ്പോ സങ്കടം വന്നത്? രാവിലെ വീട്ടിൽ ചെന്നപ്പോൾ നീ തല കറങ്ങി വീണോ? ഇപ്പോഴും എന്തെങ്കിലും വയ്യാക്കിയുണ്ടോ നിനക്ക്? നിവിയുടെ മുഖം പിടിച്ചുയർത്തി എന്തൊക്കെയോ സംശയത്തോടെ തിരക്കി അവർ. ഒന്നുമില്ല. കണ്ണും കവളുമൊക്കെ രണ്ട് കൈകൊണ്ടും അമർത്തി തുടച്ചു നിവി പറഞ്ഞു. രാവിലെ അവിടുന്ന് വയ്യാതെ വന്നിട്ട് എന്നോടൊരു വാക്ക് നീ പറഞ്ഞില്ലല്ലോ നിവി. ആ ചോദ്യത്തിൽ അവളുടെ മുഖം കുനിഞ്ഞുപോയി. ഞാൻ നിവിക്ക് എന്ത് പറയണമെന്നറിയാതെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവരെ നോക്കിയിരുന്നു. ഞാൻ അബിയുടെ മാത്രം അമ്മയല്ല, നിന്റെ കൂടെയാണ്. നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. നിവിയുടെ വിങ്ങിയുള്ള കരച്ചിൽ കാണി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു രാധിക. ആന്റി, പിണങ്ങല്ലേ. ഏട്ടൻ എന്നെ വഴക്ക് പറഞ്ഞ് സങ്കടം കൊണ്ട് തല കറങ്ങിയതാണ്. അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നിവി അവിടെ കയ്യിൽ പിടിച്ച് മുഖം കുനിച്ചിരുന്നോണ്ട് പറഞ്ഞു. നിറഞ്ഞിൽ വഴക്ക് പറഞ്ഞോ? എന്തിനാ അവൻ വഴക്ക് പറഞ്ഞത്? നിവിയുടെ കുനിഞ്ഞു പോയ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അലിവോടെ തിരക്കി രാധിക. അതിപ്പോ ഞാൻ പറഞ്ഞാൽ ആന്റി അത് വേറെ ആരോടും പറയരുത്. നിവി പുറം കൈ കൊണ്ട് കവളന്ന് കൂടെ തുടച്ചുകൊണ്ട് മടിയോടെ പറഞ്ഞു. അവളുടെ ഇരിപ്പും പറച്ചിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. ഇല്ല, ഞാൻ ആരോടും പറയില്ല. അവളുടെ കൈ പിടിച്ച് തല ഒഴിക്കൊണ്ട് അവർ സമ്മതിച്ചു.
ഞാൻ എൻ്റെ ഏട്ടന് കല്യാണാലോചനയുമായിട്ട് പോയതാണ്. പക്ഷേ ഏട്ടന് കല്യാണമേ വേണ്ടെന്ന് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. പറയുമ്പോൾ പെണ്ണിൻ്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു. അതിപ്പോൾ വിഷമിക്കാനൊന്നുമില്ല. ആരായാലും ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. പിന്നെ എല്ലാവരും കൂടെ ഉപദേശിക്കുമ്പോൾ അവരൊന്ന് ആലോചിക്കും വേണമോ വേണ്ടയെന്ന്. അതൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്നുകൂടെ പറഞ്ഞാൽ അവർ സമ്മതിച്ചോളും. ഇതേ അവസ്ഥ തന്നെയാകും ഇവിടെ. ആര്യയുടെ ഒരു വിവാഹക്കാര്യം പറയുമ്പോഴും എൻ്റെ മോൾ ഇതിനാണോ ഇങ്ങനെ വിഷമിച്ചു വന്നത് കിടന്നത്? ഇതൊക്കെ പ്രതീക്ഷ വേണ്ടേ? ഇവരോട് ഒക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഇതാണ് പറയാൻ പോകുന്നത്. എന്നോട് നേരത്തെ പറയണ്ടേ? ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ എൻ്റെ കുഞ്ഞെ? തൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് ലാഘവത്തോടെ പറയുന്ന രാധികയെ കണ്ണിമ മായ്ക്കാതെ നോക്കിയിരുന്നു നിവി. അല്ല നിവി, ആദ്യം നിന്റെ ഏട്ടനെ പറ്റിയ ഒരു പെണ്ണിനെ കണ്ടു വെക്കണ്ടേ നമുക്ക്? ഇപ്പൊ വന്ന് എൻ്റെ കുഞ്ഞ് ആഹാരം കഴിക്ക്, നമുക്ക് എല്ലാം ശരിയാക്കാമെന്നേ ആൻറ്റി അല്ലേ പറയുന്നത്? പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവരുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു രാധിക. ആൻറ്റി, ഞാനേ പെണ്ണിനെയൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ടാണ് ഏട്ടനോട് പറഞ്ഞത്. നിവി മെല്ലെ അവരോട് പറഞ്ഞു. ആരാ ആള്? കുഞ്ഞൊരു ചിരിയുടെ രാധിക തിരക്കി. അതെ, ആളെ പറഞ്ഞ ആൻറ്റി എന്നെ വഴക്ക് പറയരുത്. ഇല്ലെന്നേ, ഞാൻ എന്തിനാ വഴക്ക് പറയുന്നേ? നിനക്ക് നിന്റെ ഏട്ടനോടുള്ള സ്നേഹമല്ലേ ഇതൊക്കെ? അവളുമായി മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ വാത്സല്യത്തോടെ പറഞ്ഞു. ആര്യ ആര്യ ചേച്ചിയാണ് ഞാൻ കണ്ടുപിടിച്ച പെണ്ണ്. ചെറിയൊരു മടിയോടെ ഒറ്റ ശ്വാസത്തിൽ പതിഞ്ഞ ശബ്ദത്തിൽ നിവി പറഞ്ഞു കേട്ടൊരു ഞെട്ടലോടെ രാധിക അവളെ നോക്കി നിന്നു പോയി.